വെടിനിർത്തലിന് ശേഷമുള്ള അതിർത്തിയിലെ സാഹചര്യം വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലെ സൈനിക കാര്യ വകുപ്പിന്റെ വാർത്താ സമ്മേളനം. പാകിസ്ഥാന്റെ നീക്കങ്ങൾ കേന്ദ്രം സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. വെടിനിർത്തൽ ലംഘിച്ചതിൽ പാകിസ്ഥാൻ മറുപടി പറയണം എന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. പാകിസ്ഥാനുമായുള്ളത് ഉടമ്പടിയല്ല, ധാരണ മാത്രം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ധാരണയ്ക്ക് ലംഘനമുണ്ടായാൽ തിരിച്ചടിക്കും. അതിർത്തിയിൽ നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. രാത്രി 10:30 ശേഷം ഡ്രോൺ ആക്രമണങ്ങൾ എവിടെയും തന്നെ ഉണ്ടായതായി റിപ്പോർട്ടുമില്ല. TG സജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്, ഇന്നും വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ സ്വാഭാവികമാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ, പ്രത്യേകിച്ച് ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങളുടെ കീഴിൽ. അതോടൊപ്പം തന്നെയാണല്ലോ ഇന്നും വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൂടുതലായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ അടക്കം അഭിസംബോധന ചെയ്തേക്കാം, അഡ്രസ്സ് ചെയ്തേക്കാം എന്ന് കരുതാം. എന്തായാലും ഇതുവരെയുള്ള സാഹചര്യം കൃത്യമായി വിശദീകരിക്കുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായും അഭിലാഷ്, 11 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സൈനിക കാര്യ വകുപ്പാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഒരു വാർത്താ സമ്മേളനമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ, അതിൻ്റെ തുടർ നടപടികൾ, ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെടും ആ യോഗത്തിൽ നിന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒപ്പം ഇന്ന് രാജ്യ തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുന്നുണ്ട്. ഒന്ന്, പ്രതിരോധ മന്ത്രി അദ്ദേഹം തലസ്ഥാനത്തുണ്ട്. അദ്ദേഹം മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം തലസ്ഥാനത്ത് തന്നെ തുടരുകയാണ്. പ്രധാനമന്ത്രി മറ്റ് ഉന്നതരെ കാണുന്നുണ്ട്. ആ തരത്തിൽ പ്രധാനപ്പെട്ട യോഗങ്ങൾ ചേരുകയാണ്. എന്തായാലും നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ധാരണ മാത്രമാണ്. ഒരു തരത്തിലുള്ള ഉടമ്പടിയിലേക്കും ഇരു രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അതായത് പൂർണ്ണമായി സമാധാന നീക്കമുണ്ടായി, പിൻവലിക്കലുണ്ടായി എന്ന് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് കാര്യം. ഒരു പുതിയ രാജ്യത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായപ്പോൾ, ലോകരാജ്യങ്ങളുടെ അമേരിക്ക അടക്കമുള്ള ഇടപെടൽ ഉണ്ടായപ്പോൾ ഒരു ധാരണയിൽ മാറി. ആ ധാരണ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കപ്പെടാം, എപ്പോൾ പ്രകോപനമുണ്ടായാലും ഇന്ത്യ തിരിച്ചടിക്കും, അതിലൊന്നും ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് അതിർത്തിയിലെ ജാഗ്രതയും സൈനിക നീക്കവും സാഹചര്യങ്ങളും എന്തായിരുന്നോ അതുപോലെ തന്നെ തുടരുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കാഞ്ചി വലിച്ചു തന്നെ നിൽക്കുകയാണ്. അത് ഏത് സമയവും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിലൊട്ടും കുറവ് വരുത്തുന്നില്ല. മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായ അതത് സമയങ്ങളിൽ തന്നെ തിരിച്ചടി കൊടുക്കുക, ഇതിനുള്ള ഫ്രീഡം സൈന്യത്തിന് കൊടുത്തിട്ടുമുണ്ട് എന്നതാണ് സാഹചര്യം. നാളെ ഒരു പക്ഷേ തുടർ ചർച്ചകളിൽ ഒരു ധാരണ ഉണ്ടായി വന്നേക്കാം. ആ ധാരണ ഒരു ഉടമ്പടി സ്വഭാവത്തിൽ, ഒരു എഗ്രിമെൻ്റ് സ്വഭാവത്തിലേക്ക് വന്നാൽ നമുക്ക് ഇപ്പോഴത്തെ സംഘർഷത്തിൽ നിന്നും കാര്യമായ അയവുണ്ടായെന്ന് പറയാം. അതല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങളിൽ മാറ്റമില്ല. ഇപ്പോൾ അതിർത്തിയിൽ വെടിവെപ്പില്ലെന്ന് മാത്രം, പക്ഷേ അതേ സാഹചര്യങ്ങൾ തുടരുകയാണ്. പാകിസ്ഥാൻ സൈഡിലും സൈനിക നീക്കം നേരത്തെ ഉണ്ടായിരുന്ന തയ്യാറെടുപ്പുകൾ തന്നെ നടക്കുന്നു. അതേസമയം നമ്മളും അതിർത്തി മേഖലകളിൽ അതിശക്തമായ സൈനിക മുന്നേറ്റവും സാഹചര്യങ്ങളും അതീവ ജാഗ്രതയുമായി മുന്നോട്ട് പോകുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള ബ്ലാക്ക് ഔട്ട് പോലെയുള്ള സാഹചര്യങ്ങൾ ഇല്ല. പക്ഷേ റെഡ് അലർട്ട് എന്ന് പറയുമ്പോൾ കൃത്യമായി ജാഗ്രത പാലിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ്. അധികം അവശ്യ ഘട്ടങ്ങളിൽ മാത്രം വീടിന് പുറത്തേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ തന്നെ കഴിയുന്നത്ര തുടരുക, അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലം ഇപ്പോഴും ഈ അതിർത്തി ഗ്രാമങ്ങളിൽ, അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ തുടരുന്നു. അതല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതാണുള്ളത്. പ്രത്യേകിച്ച് ഈ വൈകുന്നേരങ്ങളിലാണ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ. കാരണം ലൈറ്റ് പൂർണ്ണമായി അണച്ച് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ ജനജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നു മുതൽ ഒരുപക്ഷെ ഈ ഫയറിംഗ് ഉണ്ടായില്ലെങ്കിൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. അതായത് അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ട ഒരു സാധാരണ രീതിയിലേക്ക് വരാം. പക്ഷേ ജാഗ്രതയിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. അത് അതേപടി തന്നെ തുടരുകയാണ്. നമുക്കറിയാം, അതിർത്തി മേഖലകളിലുള്ള വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 26 ഇടങ്ങളിലാണ് നിയന്ത്രണം. അത് അതേപടി തന്നെ തുടരുന്നു. ഒപ്പം തന്നെ രാജ്യം പ്രഖ്യാപിച്ച മറ്റു നിയന്ത്രണങ്ങൾ തുടരുന്നു. അതിർത്തി മേഖലയിലെ നിയന്ത്രണം തുടരുന്നു. ഒപ്പം തന്നെ ഈ സിന്ധു നദീജല കരാർ നിന്നും ഇന്ത്യ പിന്നോട്ട് പോയത്, ആ നിലപാടുകളൊക്കെ അതേപടി തന്നെ തുടരുകയാണ്. എന്തായാലും അതിർത്തി മേഖലയിലെ ജനങ്ങൾക്ക് അല്പം ആശ്വാസകരമാവുന്നത് ഇപ്പോൾ അവിടെ ഡ്രോൺ നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നതാണ്. അത് ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും അടക്കം ജാഗ്രത അതേപടി തന്നെ തുടരുന്നു. അതോടൊപ്പമാണല്ലോ സജിത്ത്, ഒരു പക്ഷേ ഈ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. നേരത്തെ ശശി തരൂരിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ശശി തരൂർ ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്ത് ഐക്യരാഷ്ട്രസഭയിലെ അനുഭവ സമ്പത്ത്, അതിനെ
വളരെ പ്രധാനപ്പെട്ടതായി വിലയിരുത്തേണ്ട ഒന്നുകൂടി ആണ്. ഇപ്പോഴിതാ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരുപക്ഷെ ഈ രാഷ്ട്രീയമായ വിമർശനങ്ങൾ കൂടി വരും മണിക്കൂറുകളിൽ, ഇന്ത്യയുടെ ഒരു പൊതു സ്വഭാവം അതാണല്ലോ, ഒരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഒരുമിച്ച് തന്നെ നിൽക്കുകയും ഒരുമിച്ച് പോരാടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ പുറത്ത് വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ പോലും സർവകക്ഷി യോഗം നടക്കുമ്പോൾ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, സൈന്യത്തെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യം തെളിയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഇവിടെ ഈ പാകിസ്ഥാനുമായി തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല. ഇന്നലെ തന്നെ ഈ വിദേശകാര്യമന്ത്രിയുടെ ട്വീറ്റ്, ജയശങ്കറിന്റെ ട്വീറ്റിൽ അത് വ്യക്തമായിരുന്നു. എക്സിലൂടെ അദ്ദേഹം കുറിച്ചത് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടില്ല, ഉറച്ച നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ ഒരു സൈനികമായ പരസ്പര ധാരണ എന്നതിനപ്പുറത്ത് ഇനി ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ പോലും ഇതുപോലെയുള്ള ഒരു കാലതാമസം ഒന്നും ഉണ്ടാകില്ല. അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഉടമ്പടികളോ അത്തരം യുദ്ധ നിയമങ്ങളോ ഒന്നും ഇന്ത്യ പാലിക്കണം എന്നില്ല. വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചടിയിലേക്ക് തന്നെ പോകും. അങ്ങനെയുള്ള സൂചനകൾ കൂടിയാണോ കേന്ദ്രം നൽകുന്നത്? അഭിലാഷ, അങ്ങനെ തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു നയമാറ്റം കൂടിയായി ഇത് മാറാം. കാരണം ഭീകരവാദത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്നു എന്ന പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് ഇനി അങ്ങോട്ട് ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇങ്ങനെയായിരിക്കുമെന്ന് തുറന്നു പറച്ചൽ കൂടിയാണ്. അതൊരു പക്ഷേ പാകിസ്ഥാനെതിരെ മാത്രമല്ല, ഭീകരവാദത്തിനെതിരെ, ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഈ നടത്തുന്ന ഏതൊരു നീക്കത്തോടും ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നിലപാടും അങ്ങനെ തന്നെയാവും. അതുകൂടിയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഈ ഓപ്പറേഷൻ സിന്ധൂറും അതിൻ്റെ തുടർ വിവാദങ്ങളുമൊക്കെ ഇന്ത്യയുടെ ഈ നിലപാട് മാറ്റണം, അല്ലെങ്കിൽ പുതിയൊരു നിലപാട് പ്രഖ്യാപനത്തിൻ്റെ സാഹചര്യം കൂടിയാണ് ഉണ്ടാക്കുന്നത്. മുമ്പ് നമുക്കറിയാം, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തീവ്രവാദ വിഷയങ്ങളിൽ പല ഏറ്റുമുട്ടലുകളിലുമൊക്കെ തർക്കങ്ങളും നീക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ രാജ്യത്ത് നടന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ അതത് സമയത്ത് മറുപടി കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് ഒരു സൈനിക നീക്കമായി അത് മാറിയിരുന്നില്ല. പക്ഷേ ഇനി അതല്ല ഉണ്ടാവുക, സൈനിക നീക്കമായി തന്നെ അത് മാറുമെന്നതാണ് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത്. അവിടെ പാകിസ്ഥാൻ ഇന്ത്യ നൽകുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. അതായത്, നിങ്ങൾ ഏത് നിമിഷവും ഒരു യുദ്ധം ഏറ്റുമുട്ടാൻ തയ്യാറായിരുന്നുള്ളൂ എന്ന, ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ വലിയ ആക്രമണം നടത്തും എന്ന സൂചന കൂടി, എന്ന ഒരു ഭീഷണി കൂടി ഇന്ത്യയുടെ നീക്കത്തിന് പിന്നിലുണ്ട് എന്നതാണ് സാഹചര്യം. ഒപ്പം അഭിലാഷ് സൂചിപ്പിച്ച മറ്റു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യയെ സംബന്ധിച്ച് ഇതുവരെ യുദ്ധമുഖത്ത് പ്രതിപക്ഷവും എല്ലാവരും സർക്കാരിനൊപ്പം നിൽക്കുന്നു, സൈന്യത്തെ പ്രകീർത്തിച്ച് ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ സീസ്ഫയർ വന്ന് ഇനി പിന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ എന്തുകൊണ്ട് പിന്നോട്ട് പോയി, ഇതുകൊണ്ട് ഈ നീക്കം കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേടാനായി എന്ന ചോദ്യത്തിന് കൂടി കേന്ദ്ര സർക്കാരിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും. അവിടെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നുണ്ട്. 1971 ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ പാകിസ്ഥാൻ നീക്കവും ബംഗ്ലാദേശ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ നീക്കങ്ങളും, ഒരു വനിത പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ നീക്കങ്ങൾ, അമേരിക്കയുടെ നിർദ്ദേശത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ നീക്കങ്ങൾ, അവിടെ ഇപ്പോൾ അത്തരമൊരു നീക്കം നടത്തിയ കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലൊക്കെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെ വെല്ലുവിളിയായത് തരൂരിനെ പോലെയുള്ളവർ കോൺഗ്രസ് നിലപാട് തള്ളി കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് എത്തിയിട്ടുമുണ്ട്. അവിടെയും ചോദ്യമാവുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഈ സൈനിക നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ അതിന് എന്ത് കാരണമുണ്ടായി, എന്താണ് രാജ്യത്തിന് അതുകൊണ്ട് കിട്ടിയ നേട്ടം, എന്തുറപ്പാണ് പാകിസ്ഥാൻ നൽകിയത്, തീവ്രവാദികളെ പിടികൂടിയോ, അവരെവിടെയാണ്, തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനു കൂടി ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വം ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ, ഈ വിഷയത്തിൽ കാണുന്നുണ്ടെങ്കിൽ, തീർച്ചയായും ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കൂടിയായിരിക്കും കാണുക. നാളെ നടക്കാൻ പോകുന്ന കൂടുതൽ സൈനികതല ചർച്ചകൾക്ക് ശേഷം ഒരു ഉടമ്പടി സ്വഭാവത്തിലേക്ക് അത് കൈവന്നതിന് ശേഷം കൂടിയായിരിക്കും നമുക്കത് പ്രതീക്ഷിക്കാനാവുക. യെസ്, ഇന്നലെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനെ അഭിസംബോധന ചെയ്തിരുന്നു. അതിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായി. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയ തോതിലുള്ള തിരിച്ചടി നൽകി, വിജയ് ദിവസം എന്ന നിലയിൽ ആഘോഷിക്കണം പാകിസ്ഥാൻ എന്ന തരത്തിലൊക്കെയുള്ള പരാമർശം ഉണ്ടായിരുന്നു ഷഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്ത് നിന്ന്. ഒരുപക്ഷെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ, ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെയുള്ള ഡാമേജുകളുടെ വിഷ്വൽസോ മറ്റു രേഖകളോ ഒന്നും പാകിസ്ഥാന് മുന്നിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പാകിസ്ഥാന് കാണിക്കാനില്ല. അതുകൊണ്ട്